വെൽക്കം ടു ലിറ്റിൽ കിച്ചൺ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ബോൾ കറിയാണ്. നല്ല ടേസ്റ്റിയും ക്രീമിയുമായിട്ടുള്ള ഒരു ഡിഷാണിത്. കൊച്ചിയിലുള്ളവർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഡിഷാണിത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണേ. കാഷ്നട്ട് പേസ്റ്റും തേങ്ങാപ്പാലും ചേർത്തുണ്ടാക്കുന്ന ഒരു വെറൈറ്റി കറിയാണ് ഈ പ്രോൺസ് ബോൾ കറി. പ്രോൺസ് ബോൾ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇവിടെ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം 4 അല്ലി വെളുത്തുള്ളി, 4 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാളയും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് പേസ്റ്റ് ആക്കാനുള്ള കാഷ്നട്ട് വെള്ളത്തിലിട്ട് വെക്കാം. അതിനുശേഷം ഇരുമ്പ് ചട്ടിയിൽ തേങ്ങാപ്പീര ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ കുറച്ചിട്ട് വേണം തേങ്ങാപ്പീര റോസ്റ്റ് ചെയ്യാൻ. റോസ്റ്റ് ചെയ്ത തേങ്ങാപ്പീര നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീൻ മിക്സിയിലിട്ട് കറക്കിയെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളമായി പോകും. നമുക്കിത് ബോൾസ് ആക്കി എടുക്കാനുള്ളതാണ്. ബോൾസ് ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അത് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് ഇഞ്ചി പൊടിയായി അരിഞ്ഞിടുന്നത്. നമ്മൾ തയ്യാറാക്കിയ മിക്സ് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്രേവിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒപ്പം പച്ചമുളകും നെടുകെ കീറി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഫിഷ് മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മസാലകൾ മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി മൊരിച്ചു കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കരിയാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പ്രോൺസ് ബോൾസ് ഓരോന്നായി ഇട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. സ്പൂണിട്ട് ഇളക്കാതെ പാൻ എടുത്ത് ചുറ്റിച്ചു കൊടുക്കാം. സ്പൂണിട്ട് ഇളക്കിയാൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ചെറിയ ഒരു പുളി കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പാൻ എടുത്ത് ഒന്ന് ചുറ്റിച്ച് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കഴിയുമ്പോൾ ഗ്രേവി കൂടുതൽ തിക്കായിട്ട് വരും. കാഷ്യൂ പേസ്റ്റ് ചേർത്തതിന് ശേഷവും പാൻ എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാല് ചേർത്ത് കൊടുക്കാം.
ഒന്നാം പാൽ അല്ലെങ്കിൽ തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കതിലേക്ക് ഉള്ളി എണ്ണയിൽ മുരിച്ച് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു കഷ്ണം കറുവാപ്പട്ട, ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എണ്ണയിൽ മൊരിയുമ്പോഴുള്ള മണം നല്ല മണമാണ്. ഇനി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉള്ളിയൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3-4 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഫിഷ് മസാല കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പ്രോൺസ് ബോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയും ക്രീമിയുമായിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് ഇത്. ചോറിന്റെ അപ്പത്തിന്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഒന്നാം തരം ഡിഷാണ് ഇത്. ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലോട്ടൊന്ന് മാറ്റാം. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.